വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാളല്ലേ? ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? അതെ, ഞങ്ങളൊന്ന് തയ്യാറാക്കുന്നത് കുനാഫയാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ഡെസേർട്ടായ കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ്. അറേബ്യൻ കൺട്രീസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണിത്. സാധാരണ കുനാഫ ഉണ്ടാക്കുന്നത് കുനാഫ ഡോ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ കടകളിലൊന്നും കുനാഫ ഡോ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേമിയ വെച്ചിട്ടാണ് കുനാഫ റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിനി കുനാഫ റെഡിയാക്കി എടുക്കാം. ഈ കുനാഫയിലേക്ക് മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മൊസറല്ല ചീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ടും ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പാല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. വിനീഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുത്ത് അതിലേക്ക് ഈ ചീസ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചീസിനൊരു വലിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പിസ്സ ഉണ്ടാക്കുമ്പോഴൊക്കെ ചീസ് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മളത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ചീസിനൊരു വലിച്ചിൽ കാണാറില്ലേ? അപ്പോൾ അങ്ങനെ ഒരു വലിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചുടുവെള്ളത്തിലിട്ടിട്ട് ചെയ്യുന്നത്. വീണ്ടും ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചീസ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ചീസ് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇപ്പം നമ്മുടെ മൊസറല്ല ചീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫയ്ക്ക് വേണ്ട സേമിയം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിന്നായിട്ടുള്ള 250 ഗ്രാം സേമിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല തിന്നായിട്ടുള്ള സേമിയം തന്നെ എടുക്കണം. അപ്പോഴാണ് കുനാഫയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി സേമിയം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് സേമിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി സേമിയ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫയ്ക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഇനി 6 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡിൽ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് പിന്നെ എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വനില എസൻസ് ആണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി കരിയാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്രീം ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചീസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ക്രീം ചൂടാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ സേമിയം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. പകുതി സേമിയം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി പകുതി മാറ്റി വെക്കണം. ബാക്കി പകുതി ക്രീം ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലത്തെ ചെറിയ സ്റ്റീലിന്റെ പാത്രം കൊണ്ടോ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസിന്റെ അടിഭാഗം കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കണം. ഇനി ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇതുപോലെ എല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പകുതി സേമിയം കൂടെ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ബ്രൗൺ കളറിലായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ പാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ കുനാഫ പൊടിയാതെ ശ്രദ്ധിക്കണം. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും കുനാഫ ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കണം.
ഇനി 5-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. കുനാഫയുടെ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ കുനാഫയിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ നമുക്കിനി ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഷുഗർ സിറപ്പ് ചൂടാറി കഴിഞ്ഞാൽ കുനാഫയുടെ മുകളിലായിട്ട് ഇതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുനാഫ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു.